ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ എപ്പിസോഡ് 22 ആയിട്ടാണ്. മുന്നത്തെ എപ്പിസോഡിലും കണ്ടില്ലേ, പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പൺ സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഡോമേനെയാണ്. അവൾ എൻ്റെ തല വെട്ടിമാറ്റി. വിഷം ഉപയോഗിക്കുന്ന ആൾക്ക് തല വെട്ടാനുള്ള ശക്തിയില്ലെങ്കിൽ എനിക്ക് അവളെ സോഡ്സ് വുമൺ എന്ന് വിളിക്കുന്ന കഴിയില്ല. ഈ ദുർബലയോട് ഞാൻ തോറ്റു. ഞാൻ എൻ്റെ ജീവിതം നല്ലതുപോലെ നയിച്ചു. ഇതുപോലെ എന്നെ ഇല്ലാതാക്കിയത് വളരെ ദയനീയമാണ്. പിന്നെ ഞാൻ തോൽക്കുന്നത് വാള് എന്താണെന്നറിയാത്ത ഒരാളോടും. അക്കാസ അവൻ എന്നെ നിയന്ത്രിച്ചു, മൂസാനെ പോലെ. ചിലപ്പോൾ ഞാൻ മരിക്കാതെ നിന്നാലോ? ഞാൻ മരിക്കും. എൻ്റെ ശരീരം തകരും. എനിക്കിനി പ്രതീക്ഷയില്ല. തോറ്റതിൽ ഞാൻ വിഷമിക്കുന്നില്ല. മരണത്തെ എനിക്ക് ഭയമില്ല. അവൾ സ്വന്തം പ്രാന്തിന് വേണ്ടി സ്വയം വിഷം കഴിച്ച് മരിച്ചു. ഇതൊക്കെ നമ്മുടെ ഡോമ മരിക്കാൻ പോവുകയാണ്. അതായത് ഡോമയുടെ തല ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇല്ലാതാകാൻ പോവുകയാണ്. അപ്പോൾ ഡോമ ആലോചിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഡോമയുടെ മുഖത്തിൻ്റെ പകുതി ഭാഗം മാത്രമേ ഉള്ളൂ. അവനിനി പ്രതീക്ഷയില്ല. അവനിനി ആരെയും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ അവൻ മരിക്കാൻ പോവുകയാണെന്ന് അവന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അവൻ്റെ മനസ്സിനോട് സ്വയം പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത്. ഇനി കാണിക്കുന്നത് അവൻ്റെ ഫ്ലാഷ് ബാക്ക് ആണ്. എൻ്റെ അച്ഛൻ വളരെ മോശം വ്യക്തിയാണ് എന്നറിഞ്ഞ എൻ്റെ അമ്മ അയാളെ ഒരുപാട് കുത്തി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം, ഇത് കാരണം എൻ്റെ റൂം ഒരുപാട് വൃത്തികേടായി എന്നാണ്. ഇത് കാരണം എനിക്ക് അവിടെ വിടേണ്ടി വന്നു. വളരെ ഭയാനകമായ ഒരു മരണത്തെയാണ് ഞാൻ അന്ന് അവിടെ കണ്ടത്. പിന്നെ ഞാൻ 100 വർഷം ജീവിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാനൊരു പിശാചായി മാറി. എനിക്ക് സങ്കടമോ ദേഷ്യമോ ആരോടും തോന്നിയിട്ടില്ല. അങ്ങനെ ഡോമ കണ്ണടച്ച് കണ്ണു തുറക്കുമ്പോൾ ഷിനോബുവിനെ കാണുകയാണ്. ഓ, ഒടുവിൽ നീ മരിച്ചോ? എനിക്ക് വളരെ സമാധാനത്തോടെ ഇനി പോകാം. ഇതൊക്കെ ഡോമയുടെ മനസ്സിലെ ഉപഭോഗ മനസ്സിന്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഡോമ ഇരിക്കുന്നത് ഷിനോബുവിന്റെ കയ്യിലാണ്. നിനക്കിനി ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഷിനോബു അവനെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഡോമ പറയാണ്, ഓ, നിങ്ങൾ ഷിനോബു ചാൻ, അപ്പോൾ അത് കാനോ ചാൻ. നിങ്ങളുടെ വിഷത്തിന്റെ ശക്തി അതിശക്തമാണ്. അതാണ് എൻ്റെ ശരീരത്തിലൂടെ പോകുന്നത്. എനിക്ക് പോലും അറിയില്ല നിങ്ങളുടെ ശരീരത്തിൽ ഇത്രയും ശക്തമായ ഒരു പോയിസൺ പോകുന്നുണ്ടെന്ന്. ഇത് കേട്ടത് ഷിനോബു പറയാണ്, നീ ശരിക്കും ഞാൻ വെറുക്കുന്ന ഒരാളാണ്. എൻ്റെ പേര് പറയാൻ പോലും നിനക്ക് യോഗ്യതയില്ല. ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത് അവളാണ്. അവൾ പറഞ്ഞു നിന്നെ കൊല്ലാൻ, നിന്റെ അസ്ഥിയെ പോലും ഇല്ലാതാക്കാൻ. നിന്നെ പോലെ ഒരു ശക്തമായ ഡീമനെ ബുദ്ധി കൊണ്ട് മാത്രമാണ് തോൽപ്പിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സന്തോഷവാദിയാണ്. എല്ലാവരെയും സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഡോമ പറയാണ്, ഡീമനെ ഉണ്ടാക്കാൻ സഹായിച്ച ആൾ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഇത് കേട്ടത് ഷിനോബു പറയാണ്, എൻ്റെ കൂടെയുള്ളവർ അവനെ തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കും. ഞങ്ങൾ എല്ലാവരും ജയിക്കും. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഇപ്പൊ കണ്ടിട്ട് ഡോമ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എൻ്റെ ശൂന്യമായ ഹൃദയം ഇപ്പോൾ മിടിക്കാൻ തുടങ്ങി. നിങ്ങൾ ശരിക്കും സുന്ദരിയാണ് ഷിനോബു-സാൻ. ഇതാണോ അപ്പോൾ പ്രണയം? ഈ വികാരം എനിക്ക് മാത്രമാണോ തോന്നുന്നത്? ആദ്യമായിട്ടാണ്. യഥാർത്ഥത്തിൽ ഒരു സ്വർഗം, നഗരം എന്നൊക്കെ ഉണ്ടോ? നിനക്ക് എന്നോടൊപ്പം നരകത്തിലേക്ക് വരണോ? ഇത് കേട്ടത് ഷിനോബു പറയാണ്, ഒരുപാട് പേരെ കൊന്നു തിന്ന നിനക്കുള്ളതാണ് ആ നഗരം. അത് എനിക്കുള്ളതല്ല ആ നരകം എന്ന് പറയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഇനോസുക്കെനെയാണ്. ഇനോസുക്കെ ആകെ ടയേർഡായി നിൽക്കുകയാണ്. പക്ഷേ ഇനോസുക്കയ്ക്ക് ഒരു സമാധാനമുണ്ട്. കാരണം അവനിപ്പോൾ ഒരു ഡീമനെ കൊന്നിരിക്കുകയാണ്. ഞാൻ നിന്നെ തോൽപ്പിച്ചു, എൻ്റെ പക വീട്ടു. പക്ഷേ എൻ്റെ സന്തോഷം കാണാനോ എൻ്റെ സങ്കടം കാണാനോ ആരുമില്ല. എല്ലാവർക്കും അമ്മയുണ്ട്, എനിക്ക് മാത്രം അമ്മയില്ലെന്ന് പറയാണ്. അതായത് അവനൊരു വിഷമമുണ്ട് അവൻ്റെ അമ്മയെ കാണാത്തതിന്. അങ്ങനെ അവൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയാണ്, ടാൻജിറോൻ്റെ കൂടെ നടന്ന സംഭവങ്ങൾ. നോക്ക്, നമ്മൾ 3 പേര് സമാനരാണ്. ഞാൻ എൻ്റെ അമ്മയെ ഓർക്കുന്നില്ല. നിങ്ങളെ ഉപേക്ഷിച്ചു എങ്കിൽ അതിന് ശക്തമായ ഒരു കാരണം അവൾക്കുണ്ടാകും ഇനോസുക്കെ. നിന്റെ അമ്മ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇനോസുക്കെ. അവൾ നിന്നെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതാണ് നിന്റെ അമ്മ. നിന്റെ അമ്മയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അവൻ്റെ അമ്മേനെ എങ്ങനെയെങ്കിലും ഓർത്തെടുക്കുകയാണ്. അവൻ്റെ അമ്മ അവൻ്റെ താരാട്ട് പാട്ട് ഓർക്കുന്ന സംഭവം. അങ്ങനെ അവന് കരയാണ് അവൻ്റെ അമ്മയെ ഓർത്തിട്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കനോവേനെയാണ്. അവള് നമ്മുടെ ഷിനോബു ഇടാറുള്ള ബട്ടർഫ്ലൈൻ്റെ മുടിക്ക് കൊടുക്കുന്ന ഒരു സാധനമല്ലേ, അത് പിടിച്ച് കരയാണ്. ഇത് നശിച്ചോ? ഞാൻ ആ വലിയ വിദ്യ ഈ ചെറിയ കാലാവളിയിൽ തന്നെ ഉപയോഗിച്ചു. എനിക്കിപ്പോൾ എൻ്റെ വലത്തെ കണ്ണ് തീരെ കാണുന്നില്ല. സോറി ഷിനോബു-സാൻ, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് കരയാൻ സാധിച്ചില്ല. എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് അവളോട് ആകെ വിഷമിക്കുകയാണ്. അവളൊരു പഴയ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം. കനേ-സാൻ മരിച്ച ദിവസവും എനിക്കിതുപോലെ കരയാൻ സാധിച്ചിട്ടില്ല. ഞാൻ അതിനേക്കാൾ ഒരുപാട് വിഷമിച്ചു. പക്ഷേ എനിക്ക് മാത്രം ആ കണ്ണീരിനെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല. അതിൻ്റെ പേരിൽ ആരും എന്നെ ക്രൂശിച്ചില്ല, ഒഴിവാക്കിയില്ല. എല്ലാവരും ചേർത്ത് പിടിച്ചു. എൻ്റെ ഹൃദയം ഒരു പാറക്കഷ്ണം പോലെ ഉറപ്പുള്ളതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടായിരിക്കും എനിക്ക് അപ്പോഴും കരച്ചിൽ വരാതെ നിന്നത്. ഇതൊക്കെ കണ്ടു നിന്ന ഷിനോബു-സാൻ എന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഞാൻ ആദ്യം തന്നെ കരഞ്ഞപ്പോൾ എന്നെ ഒരുപാട് ചവിട്ടി അടിച്ചു, നിലത്തൂടെ വലിച്ചിട്ടു. എനിക്ക് വീണ്ടും കരയാൻ പറ്റിയില്ല പിന്നീട്. അതാണ് ഞാൻ ഇങ്ങനെ ആയത്. എൻ്റെ പഴയ കുട്ടിക്കാലമായിരുന്നു ഇത്. അങ്ങനെ ഞാൻ എൻ്റെ കരച്ചിലിന് തടഞ്ഞു. അങ്ങനെ അത് ഇല്ലാതായി. എൻ്റെ സഹോദരങ്ങൾ എന്നെ വിട്ടുപോയി. എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അതിലൊരാളാണ് എന്നെ ഇന്ന് ഈ വലിയ ഡീമിന് മുന്നിൽ
കൊല്ലാൻ സഹായിച്ചത്. അവനില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും തോറ്റുപോയേനെ എന്ന് പറഞ്ഞിട്ട് ഷിനോബുവിൻ്റെ ആ ഹെഡ് ബാൻഡ് വെച്ചിട്ട് അവൾ അവിടെ നിൽക്കുകയാണ്. അതായത് അവൾക്ക് വിഷമമുണ്ട്, പക്ഷേ അത് അവൾക്ക് പുറത്തു വരുന്നില്ല. അവൾക്ക് കണ്ണുനീരില്ല, പക്ഷേ അവളുടെ മനസ്സൊന്നൊക്കെ വിഷമിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഷിനോബുവിനെ കാനോനെയാണ്. അവർ രണ്ടുപേരും കൂടെ കനോവനെ വിഷ് ചെയ്യാണ്. നീ നന്നായി ചെയ്തു, നീ നന്നായി വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവൾക്കും തോന്നുകയാണ് അവളെ ആരൊക്കെയോ സമാധാനിപ്പിക്കുന്നുണ്ട്, അവളെ ആരെയോ അറിയാൻ ശ്രമിക്കുന്നുണ്ട്, അവൾക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അടുത്ത സീനിൽ കളിക്കുന്നത് ഹെവനാണ്. അങ്ങനെ ഷിനോബു ഹെവനിൽ എത്തിയിരിക്കുകയാണ്. അവളുടെ സിസ്റ്ററായിട്ടുള്ള കാനോനെ അവൾ അവിടെ നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ അവിടെ നിന്ന് ഉല്ലസിക്കുകയാണ്. ഒരുപാട് പൂക്കളും ഒക്കെ പറക്കുന്നുണ്ട് ആ സ്ഥലത്ത്. അങ്ങനെ അവരുടെ അച്ഛനെയും അമ്മേനെയും അവിടെ കാണുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ അവിടേക്ക് പോലെ കെട്ടിപ്പിടിക്കുകയാണ്. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് കിട്ടാത്ത നിമിഷങ്ങൾ അവർ മരിച്ചപ്പോൾ അവൾക്ക് അവിടെ കിട്ടുകയാണ്. അങ്ങനെ അവർ ഒരുപാട് സന്തോഷിക്കുകയാണ്. ഇവിടെ കാനോ അവരുടെ ഹെഡ് ബാൻഡ് എടുത്ത് പൊട്ടിക്കരഞ്ഞ് കണ്ണുനീർ വരുന്നതോടുകൂടി ഈ ചാപ്റ്റർ കൂടെ എൻഡ് ആവുകയാണ്.